പൊളിറ്റിക്കൽ സയൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് പ്രധാനമായും രണ്ട് തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ കുറിച്ചാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്നാൽ എന്ത്, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം എന്നാൽ എന്ത്, ഇവയുടെ പ്രത്യേകതകൾ എന്ത്, ഇത്രയുമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇതിൽ ഇന്ത്യയിൽ നിലവിലുള്ളത് അല്ലെങ്കിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം അല്ലെങ്കിൽ FPTP, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്ന സിസ്റ്റമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്തുടരുന്നത് ഏതാണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ്, സിമ്പിൾ മെജോറിറ്റിയാണ്. ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ്? ആ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ പോലും ആ സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കും. അപ്പോൾ ഭൂരിപക്ഷം ലഭിക്കുന്ന സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം. ഇസ്രായേൽ, നെതർലാൻഡ്, അർജന്റീന മുതലായിട്ടുള്ള രാഷ്ട്രങ്ങളിൽ നിലവിലുള്ള മറ്റൊരു സമ്പ്രദായമാണ് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം. അല്ലെ, നമ്മളിതൊക്കെ പഠിച്ചു. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ ലഭിക്കുന്ന വോട്ടിനനുസരിച്ച് മാത്രമാണ് അവിടെ സീറ്റ് ലഭിക്കുന്നത്. ഇന്ത്യ ഫോളോ ചെയ്തിട്ടുള്ളത് കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ കേവല ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് ഇന്ത്യ കേവല ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിച്ചത്? വൈ ഡിഡ് ഇന്ത്യ അഡോപ്റ്റ് FPTP സിസ്റ്റം? നമുക്കറിയാം, ഇന്ത്യ ഒരു വിസ്തൃതമായ അല്ലെങ്കിൽ വിശാലമായ രാജ്യമാണ്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം ചെറിയ രാജ്യങ്ങളിൽ മാത്രമേ പ്രായോഗികമാവുകയുള്ളൂ. നമ്മൾ അതിന്റെ സവിശേഷതകൾ പഠിച്ചിരുന്നു. ഒരു രാജ്യത്തെ മുഴുവൻ ഒരു നിയോജക മണ്ഡലമായി കണക്കാക്കുക, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഒന്നോ രണ്ടോ കുറച്ച് വലിയ നിയോജക മണ്ഡലങ്ങളാക്കിയിട്ട് കണക്കാക്കുന്ന രീതിയാണ് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ. ഇന്ത്യയെ പോലെ വിശാലമായ വലിയ ഒരു രാജ്യത്തെ ഒരു മുഴുവൻ നിയോജക മണ്ഡലമായി കണക്കാക്കാൻ സാധിക്കില്ല. കുറഞ്ഞ നിയോജക മണ്ഡലങ്ങളായി തിരിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് സ്വീകരിച്ചത്. ഇന്ത്യയിൽ ലോക്സഭയിലേക്ക് 543ഓളം നിയോജക മണ്ഡലങ്ങളുണ്ട്. അപ്പൊ ഇന്ത്യയെ പോലെയുള്ള ഒരു വിസ്തൃതമായ രാജ്യത്ത് കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് പ്രയോഗിക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യ കേവല ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിച്ചത്. അപ്പൊ ഒന്നാമത്തെ കാരണം, ഇന്ത്യ ഒരു വിസ്തൃതമായ രാജ്യമാണ്. രണ്ടാമതായിട്ട് പറയുന്നത് എന്താ? ഇന്ത്യ എന്ന് പറയുന്നത് ജനസംഖ്യയിൽ വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയിലെ ജനസംഖ്യ വളരെ കൂടുതലാണ്. ഇത്രയും ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം നടപ്പിലാക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഇന്ത്യയിലെ ജനസംഖ്യയിലെ ഭൂരിഭാഗം ആളുകൾക്കും അക്ഷരാഭ്യാസമില്ലാത്തവരാണ്. ജനസംഖ്യയിലെ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ സാക്ഷരതയുള്ളൂ. സാക്ഷരത കുറഞ്ഞ ആളുകൾക്കിടയിൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം നടപ്പിലാക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ ആളുകൾക്ക്, സ്ഥാനാർത്ഥികൾക്ക് നേരെ അവരുടെ പ്രിഫറൻസ് അല്ലെങ്കിൽ മുൻഗണനകൾ രേഖപ്പെടുത്തണം. ഈ മുൻഗണന രേഖപ്പെടുത്തണമെങ്കിൽ കൃത്യമായി എഴുത്തും വായനയും അറിയുന്നവർക്കേ സാധിക്കുന്നുള്ളൂ. അക്ഷരാഭ്യാസമില്ലാത്ത നിരക്ഷരായിട്ടുള്ള ആളുകൾക്കിടയിൽ നടപ്പിലാക്കാൻ നല്ലത് ഏത് തന്നെയാണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ്. അതാണ് ഇന്ത്യ കേവല ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിക്കാനിടയാക്കിയ മറ്റൊരു കാരണം. FPTP സമ്പ്രദായം വളരെ ലളിതമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ്. എന്നാൽ PR അല്ലെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമോ വളരെ സങ്കീർണമാണ്, മാത്രമല്ല ചെലവ് കൂടിയതുമാണ്. അപ്പോൾ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഏതാണ് ഏറ്റവും നല്ലത്? കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ ജനങ്ങൾ വോട്ട് നൽകുന്നത് ആർക്കാണ്? പാർട്ടിക്കാണ്. പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു, സ്ഥാനാർത്ഥികൾക്ക് അവരുടെ മുൻഗണനയാണ് രേഖപ്പെടുത്തുന്നത്, അല്ലെ? എന്നാൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിലോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥികൾക്കാണ്. സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നു.
FPTP അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരാളെ മാത്രമാണ് തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിക്ക് ആ നിയോജക മണ്ഡലത്തോടും ജനങ്ങളോടും ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. എന്നാൽ PR വ്യവസ്ഥയിലോ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒന്നിലധികം സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുകയാണ്. മുൻഗണനക്കനുസരിച്ച് ഒന്നിലധികം സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുമ്പോൾ അവിടെ അവർക്ക് ഉത്തരവാദിത്വം കുറവായിരിക്കും. അതുപോലെ ഒരു സുസ്ഥിരമായ ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിന് കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് അനിവാര്യം. ഒരു സുസ്ഥിരമായ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരതയുള്ള ഒരു ഗവൺമെന്റ് ആവണമെങ്കിൽ അവിടെ എന്താണ് ആവശ്യം? FPTP സമ്പ്രദായമാണ് ആവശ്യം. PR വ്യവസ്ഥയിലാണെങ്കിൽ ഗവൺമെന്റുകളുടെ സ്ഥിരത കുറവായിരിക്കും. അതുപോലെ FPTP വ്യവസ്ഥ വിവിധ സാമൂഹിക വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുന്നു. PR വ്യവസ്ഥയോ സാമൂഹിക വിഭാഗങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇന്ത്യ എന്തുകൊണ്ടാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വിസ്തൃതമായ ഒരു രാജ്യമാണ്. ചെറിയ രാജ്യങ്ങളിൽ മാത്രമേ PR സിസ്റ്റം പ്രായോഗികമാവുകയുള്ളൂ. അതുപോലെ ഇന്ത്യ ജനസംഖ്യ കൂടിയതും വിശാലമായതുമായ ഒരു രാജ്യമാണ്. അത്തരം രാജ്യങ്ങളിൽ PR വ്യവസ്ഥ നടപ്പിലാക്കൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ജനസംഖ്യയിലോ അക്ഷരാഭ്യാസമുള്ളവർ വളരെ കുറവായതുകൊണ്ട് സങ്കീർണമായിട്ടുള്ള PR വ്യവസ്ഥ അവർക്ക് മനസ്സിലാക്കൽ ബുദ്ധിമുട്ടാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായതാണ്, ചെലവ് കുറഞ്ഞതുമാണ്. PR വ്യവസ്ഥയാണെങ്കിൽ സങ്കീർണമാണ്, ചെലവ് കൂടിയതുമാണ്. അതുപോലെ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ വോട്ടർമാർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാം. എന്നാൽ PR വ്യവസ്ഥയിൽ സ്ഥാനാർത്ഥികൾക്കെല്ലാം വോട്ട് ചെയ്യുന്നത് പാർട്ടിക്കാണ്. പാർട്ടിക്ക് വോട്ട് ചെയ്യുകയും സ്ഥാനാർത്ഥികൾക്ക് മുൻഗണന രേഖപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. അതും വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് അത് നടപ്പിലാക്കൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ആ നിയോജക മണ്ഡലത്തോട് ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും, അല്ലെ? ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരാളെ മാത്രമാണ് തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരിക്കും. എന്നാൽ PR വ്യവസ്ഥയിൽ അത്തരം ഉത്തരവാദിത്ത ബോധങ്ങൾ ഉണ്ടായിരിക്കണമെന്നില്ല. അതുപോലെ സുസ്ഥിരമായ ഗവൺമെന്റുകളുടെ രൂപീകരണത്തിന് കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് നല്ലത്. അതുപോലെ കേവല ഭൂരിപക്ഷ സമ്പ്രദായം സാമൂഹികമായ ഒരു ഐക്യം കൊണ്ടുവരും. ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും നമ്മൾ കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞു. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം ഇന്ത്യയിലെ ചില തെരഞ്ഞെടുപ്പുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകൾക്കും പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പിനൊക്കെ ഏത് സമ്പ്രദായമാണ് ഉപയോഗിക്കുന്നത്? ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ്. അപ്പൊ വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ഇന്ത്യയിൽ ഏത് സമ്പ്രദായമാണ് ഉപയോഗിക്കുന്നത്? ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അല്ലെങ്കിൽ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം അനുസരിച്ചിട്ടാണ് ഇന്ത്യയിൽ രാജ്യസഭയിലേക്കും പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയിൽ രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ പ്രകാരമാണ് ഇലക്ഷൻ നടക്കുന്നത്. അതിൽ ക്വാട്ട സമ്പ്രദായമായിട്ട് ഉപയോഗിക്കുന്നത് ഡ്രൂഫ്സ് ക്വാട്ടയാണ്. മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തെ മൊത്തം സീറ്റ് കൊണ്ടും +1 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതുമായി +1 ആഡ് ചെയ്യാം. നമ്മൾ ഈ ഇക്വേഷൻ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡ്രൂഫ്സ് ക്വാട്ട സമ്പ്രദായം പ്രകാരം ലഭിച്ച വോട്ടുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് രാജ്യസഭയിലേക്കുള്ള സീറ്റുകൾ അനുവദിക്കുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഒരു മികച്ച ജനാധിപത്യ അനുഭവമാണ്. എങ്കിലും ഇതിനും ചില ന്യൂനതകളുണ്ട്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങൾക്കും ചില പോരായ്മകളുണ്ട്. അതുകൊണ്ട് തന്നെ ചില പരിഷ്കാരങ്ങൾ ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ പലപ്പോഴായി നിർദ്ദേശിക്കപ്പെട്ട ചില പരിഷ്കാരങ്ങളാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന്റെ പോരായ്മകളെ മറികടക്കുന്നതിന് ആവശ്യമായ പരിഷ്കാരങ്ങൾ എന്തെല്ലാം? ഒടാതി ഇലക്ഷൻ റിഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ നിന്നും ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലേക്ക് മാറ്റണം എന്നതാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം FPTP സമ്പ്രദായത്തിൽ നിന്നും PR വ്യവസ്ഥയിലേക്ക് മാറ്റണം എന്നതാണ് ഒന്നാമത്തെ നിർദ്ദേശം. അതുപോലെ മറ്റൊരു നിർദ്ദേശമാണ്
പാർലമെന്റിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് 1/3 സംവരണം ഏർപ്പെടുത്തണം. പാർലമെന്റിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് 1/3 സംവരണം ഏർപ്പെടുത്തണം എന്നതാണ് മറ്റൊരു നിർദ്ദേശം. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ് പണത്തിന്റെ സ്വാധീനം. തെരഞ്ഞെടുപ്പിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളായിട്ടും ബിസിനസ്സുകാരായിട്ടും ധാരാളം പണം എറിഞ്ഞ് വോട്ടുകൾ നേടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പിന്റെ ചെലവ് ഗവൺമെന്റ് ഒരു പ്രത്യേക ഫണ്ടിൽ നിന്ന് വഹിക്കണം എന്നതാണ് മറ്റൊരു നിർദ്ദേശം. തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ചെലവ് ഗവൺമെന്റ് ഒരു പ്രത്യേക ഫണ്ട് ഉണ്ടാക്കിയിട്ട് ആ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കണം എന്നതാണ് ഒരു നിർദ്ദേശം. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ ചെലവിന് ഒരു പരിധി നിശ്ചയിക്കുകയും വേണം. തെരഞ്ഞെടുപ്പിന്റെ ചെലവിന് ഒരു പരിധി നിശ്ചയിക്കുക, പരിധി ലംഘിക്കുന്നവരെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യരാക്കുക. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവരുടെ അപ്പീലുകൾ കോടതിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കാതിരിക്കുക. അല്ലെ, രാഷ്ട്രീയത്തിലുള്ള ഈ ക്രിമിനലിസം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ജനാധിപത്യപരമായതും മതപരമായതുമായിട്ടുള്ള വികാരങ്ങൾ ഇളക്കിവിടുന്ന പ്രചാരണങ്ങൾ ഒഴിവാക്കണം. മതത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വോട്ട് ഭിന്നിപ്പിച്ച് നേടുക എന്നൊരു തന്ത്രം നടക്കുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തുക. മാത്രമല്ല, മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നതൊക്കെ നിയന്ത്രിക്കുക. തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാനും നിർദ്ദേശമുണ്ട്. തെരഞ്ഞെടുപ്പിന് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കുക, അതുപോലെ വോട്ടവകാശം നിർബന്ധമാക്കുക, തിരിച്ചറിയൽ കാർഡ് പുതുക്കി പൂർണ്ണമാക്കുക മുതലായ നിർദ്ദേശങ്ങളും ഈ പരിഷ്കരണ നിർദ്ദേശങ്ങളിലുണ്ട്. അടുത്തിടെ സുപ്രീം കോടതി ചില പരിഷ്കരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നോട്ട. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആരെയും വിജയിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു വോട്ടർക്ക് ചെയ്യാനുള്ള ഒരു പ്രതിഷേധ വോട്ടാണ് നോട്ട എന്ന് പറയുന്നത്. നോട്ട എന്നാൽ നൺ ഓഫ് ദി എബോവ്. നൺ ഓഫ് ദി എബോവ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ് നോട്ട. അതായത് മുകളിൽ സൂചിപ്പിച്ച ആരെയും വോട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു വോട്ടറുടെ പ്രതിഷേധ വോട്ടാണ് നോട്ട എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന്റെ സ്ഥാനാർത്ഥികളുടെ പേരിന് ശേഷം ഏറ്റവും താഴെയായി ഈ നോട്ട എന്നുള്ളൊരു ബട്ടൺ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. അതുപോലെ സുപ്രീം കോടതി കൊണ്ടുവന്ന മറ്റൊരു നിർദ്ദേശമാണ് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അഴിമതി കേസിൽ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടാൽ ഉടൻ തന്നെ അയാളുടെ അംഗത്വം നഷ്ടമാവുകയും 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുപോലെ മറ്റു ചില പരിഷ്കാരങ്ങൾ അടുത്തിടെ കൊണ്ടുവന്നതാണ് പ്രവാസികൾക്ക് വോട്ടവകാശം നൽകാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു തീരുമാനം. അതുപോലെ സ്ഥാനാർത്ഥികളുടെ അപരന്മാരിൽ നിന്നുള്ള ശല്യം തടയുന്നതിന് വേണ്ടി വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ പേരിനും ചിഹ്നത്തിനുമൊപ്പം അവരുടെ ഫോട്ടോ കൂടി പതിക്കുക എന്നുള്ളതും ഒരു പുതിയ പരിഷ്കാരമാണ്. അപ്പൊ നമ്മൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ കുറിച്ചാണ് ഇതുവരെ പഠിച്ചത്. ഇന്ത്യയിൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരമാണ് പ്രധാനമായുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നത്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായ പ്രകാരം രാജ്യസഭയിലേക്കും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പോലെയുള്ള തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. അതുപോലെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ ചില പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ പരിഹരിക്കാനുള്ള പരിഷ്കാരങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.